അങ്ങനെ ഉംറയൊക്കെ ചെയ്ത് തിരിച്ചെത്തിട്ടോ. എത്തിയിട്ട് കുറച്ച് ദിവസമായി. വന്നപ്പോ നല്ല പനി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഒന്ന് ഓക്കെ വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ രാവിലെ നീച്ച് ഫ്രഷ് ആയി കിച്ചണിലേക്ക് പോവാട്ടോ. മൊട്ടടിച്ചയും കൊണ്ട് തൊപ്പില്ലാണ്ട് ഇപ്പം തീരും പറ്റുന്നില്ല. ഓള് തിരിച്ചെത്തിയപ്പോഴേ പറയണേ നമുക്ക് പെപ്സ് ഉണ്ടാക്കണം, അത് തിന്നാൻ പൂതിയാണ്. അത് ഉണ്ടാക്കാനുള്ള സവാള കട്ട് ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു. ഞാൻ വേഗം 3 മുട്ട എടുത്ത് നല്ലോണം കഴുകി അടുപ്പത്തേക്ക് പുഴുങ്ങാൻ വെച്ച് 3 മുട്ട കൊണ്ട് 6 പെപ്സ് ഉണ്ടാക്കാലോ. വെള്ളം ചൂടായി വരുമ്പോ മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കട്ട് ചെയ്ത് വെച്ച് സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് അപ്പോഴേക്ക് മുട്ട വെന്ത് റെഡി ആയി വന്നിട്ട് അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച് സവാള നല്ലോണം വാടി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്ത് മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അവിടെ മൂടി വെച്ച് അപ്പോഴേക്ക് മുട്ടന്റെ ചൂടൊക്കെ പോയിക്കിന് അത് നല്ലോണം നിലത്ത് കുത്തിയിട്ട് ഫുള്ളായിട്ട് തോലൊക്കെ പോക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് മുട്ടന്റെ നടുക്ക് മുറിച്ച് 3 മുട്ട 6 പീസാക്കി വെച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പെപ്സിന്റെ ഷീറ്റ് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുട്ടോ. അതാട്ടോ നമ്മൾ വാങ്ങിയത്. ആദ്യം പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് വെച്ച് എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു സ്പൂണ് സവാള വാട്ടിയതിട്ട് കൊടുത്ത് ഒരു മുട്ടന്റെ കഷ്ണവും വെച്ച് 4 ഭാഗമായിട്ട് മടക്കി ഒന്ന് സെറ്റ് ആക്കി എടുക്കുക. അങ്ങനെ 6 കഷ്ണം മുട്ട കൊണ്ട് 6 ഷീറ്റിൽ മൊത്തമായിട്ട് സെറ്റ് ആക്കി എടുത്ത് എന്നിട്ട് ഒരു മുട്ട നല്ലോണം കലക്കിയെടുത്തത് എല്ലാ പെപ്സിന്റെ മുകളും നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താലേ പെപ്സ് ആവുള്ളൂ കേട്ടോ. എന്നിട്ട് ആ പേപ്പറോടൊക്കെ തന്നെ പെപ്സ് എയർ ഫെയറിലേക്ക് വെച്ചെടുത്ത് എന്നിട്ട് എയർ ഫെയർ ഓൺ ആക്കിയിട്ട് 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പെപ്സ് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട ഭാഗത്ത് മുട്ട തേച്ച് പിടിപ്പിച്ച് എയർ ഫെയറിൽ വെച്ച് 150 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് കൂടി ഓൺ ആക്കി വെക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മളെ പെപ്സ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സോസും കൂട്ടി പെപ്സും തിന്ന് ചായക്ക് കുടിച്ചിട്ടോ. സംഭവം സൂപ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.